നമസ്കാരം. നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ എത്തുന്നതിനു മുമ്പ് ഭാരതത്തിൻ്റെ സ്ഥിതി അങ്ങേയറ്റം മോശമായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, അതായത് കോൺഗ്രസിൻ്റെ ഭരണം ഒരു തരത്തിലും മികച്ച രീതിയിലായിരുന്നില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന് വേണമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയെ ലോക രാജ്യങ്ങളുടെ നെറുകയിൽ എത്തിക്കാമായിരുന്നു. പക്ഷെ അവർ അതിന് ശ്രമിച്ചില്ല. എന്നാൽ 2014 BJP അധികാരത്തിൽ വന്നപ്പോൾ പിന്നെ കണ്ടത് ഇന്ത്യയുടെ വളർച്ചയായിരുന്നു. കോവിഡ് സമയത്ത് പോലും ലോകരാജ്യങ്ങൾ കഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ അവർക്ക് സാന്ത്വനം നൽകിക്കൊണ്ട് മരുന്നുകൾ കയറ്റി അയച്ചു. ഇന്ന് സർവ്വ ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ ഒറ്റ സുഹൃത്തുക്കളാണ് എന്നതിൽ സംശയമില്ല. ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ മടിച്ചിരുന്ന ഒട്ടനവധി കമ്പനികളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബഹുരാഷ്ട്ര കമ്പനികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഇന്ത്യയിലുണ്ട്. നിലവിൽ മൂന്നാമതും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തുമെന്നതിൽ മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഒരു കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. നിലവിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം 2047 ഭാരതത്തെ വികസിത രാജ്യമാക്കുക എന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹം 24/7 മണിക്കൂറും അതിനുവേണ്ടി പരിശ്രമിക്കാൻ നേതാക്കളോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എന്നെ ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി ഇവിടേക്ക് അയച്ചുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് 2047 ഒരു വികസിത രാജ്യമാക്കുന്നതിന് വേണ്ടിയായിരിക്കും ദൈവം എന്നെ ഇവിടേക്ക് അയച്ചത്. ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്നും അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനായുള്ള ഊർജവും ആത്മധൈര്യവും ദൈവം നൽകുന്നുണ്ടെന്ന് മോദി പറയുന്നു. തിരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം ഒരിക്കലും BJP എന്ന പാർട്ടിയുടേതല്ല. അത് ജനങ്ങളായി രൂപപ്പെടുത്തിയെടുത്ത കാര്യമാണ്. മറ്റ് പാർട്ടികളിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുന്നുണ്ട്. 95% മാർക്ക് നേടിയ കുട്ടി അടുത്ത തവണ സ്വാഭാവികമായും ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കും പരിശ്രമിക്കുക. അതാണ് നമുക്ക് വേണ്ടതെന്നും മോദി പറയുന്നുണ്ട്. BJP ഒറ്റയ്ക്ക് 370 സീറ്റുകൾ സ്വന്തമാക്കും. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് രാജ്യത്തിൻ്റെ ഐക്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതിൽ നിന്ന് തന്നെയാണ് 370 സീറ്റുകൾ നേടുമെന്ന ലക്ഷ്യവും രൂപപ്പെടുത്തുന്നത്. പ്രതിപക്ഷം മാത്രം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് വിമർശിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി അതിനെ അനുകൂലിക്കുകയാണ്. പ്രതിപക്ഷം എപ്പോഴും പരാജയ ഭീതിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 5ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ തോൽക്കുമെന്ന ഭയം അവരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ആ നിമിഷം മുതൽ അവർ EVMകളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കോൺഗ്രസ് വിജയിച്ചാൽ EVM നല്ലത്, പക്ഷേ BJP ജയിച്ചാൽ EVMൽ ക്രമക്കേടുണ്ടെന്ന് അവർ പറയും, അല്ലെങ്കിൽ അവർ ആരോപിക്കും. രാഷ്ട്രീയത്തിൽ വന്നാൽ അഴിമതി കാണിച്ച് പണമുണ്ടാക്കാമെന്ന ചിന്തയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം BJP വന്നതോടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാം നശിപ്പിച്ചു. ഒടുവിൽ ഒരു വലിയ തുക തന്നെ ഖജനാവിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇനിയും ഈ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കും, അതിനൊരു സംശയവുമില്ല. ഭാരതത്തെയും ജനത്തെയും സേവിക്കാൻ വന്നാൽ അത് ചെയ്യണം, അല്ലാതെ അഴിമതി നടത്തി പോക്കറ്റ് നിറയ്ക്കുകയല്ല വേണ്ടത്.